ചിക്കൻ ടിക്ക മസാല. ഹായ് ഗൈസ്, ഇസ്മിക്കോ കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ചിക്കൻ ടിക്ക മസാല. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കുന്നത് നോക്കാം. ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, നോർത്തൻ ഫുഡാണ്. നോർത്തിൽ മാത്രമല്ല, വേൾഡ് ഫേമസ് ആണ് ചിക്കൻ ടിക്ക മസാല. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് പരിചയപ്പെടാം. ഇതിനുവേണ്ടി ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ബോൺലെസ് പീസ് എടുത്തിരിക്കുന്നത് കേട്ടോ, ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. പിന്നെ ഒരു 3 സവോള എടുത്തിട്ടുണ്ട്. 2 തക്കാളി ഇതിൻ്റെ പേസ്റ്റ് ആക്കണം. നാരങ്ങ ഒന്ന് സ്ക്വീസ് ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുറച്ച് ക്യാപ്സിക്കം. മൊത്തം ഉപയോഗിക്കുന്നതല്ല, കുറച്ച് ഉപയോഗിക്കുള്ളൂ. ഒരു 6-7 കാഷ്യൂനട്ട്, കുറച്ച് തൈര്. അപ്പോൾ നമുക്ക് ആദ്യം ഇവനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഏകദേശം ഒരു 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലും അതിൻ്റെ ഒരു എന്താ പറയുക, ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ ചിക്കൻ. അതിൻ്റെ എരിവും പുളിയെല്ലാം ഒന്ന് പിടിക്കുകയുള്ളൂ. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി റെഡ് ചില്ലിയാണ്, 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ജീരപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, തൈര് ഒരു 1, 2, 3, 3.5 സ്പൂണോളം തൈര്. നമുക്ക് പിന്നെ ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഏകദേശം ഒരു 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാരിനേഷനിൽ വെക്കാം. ചിക്കൻ മാരിനേഷൻ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സവോള 3 സവോള നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വലിയ വലിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുക. കാരണം നമ്മളിവനെ വേവിച്ചെടുക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ബേസായിട്ട് വരിക. ഇത് വേവിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ സവോളയുടെ ഒരു ചെറിയൊരു ചുവയില്ലേ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ തിക്ക മസാല അധികം സ്പൈസി അല്ല, അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റുകളെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. പച്ചമുളകും അതേപോലെ തന്നെ വലിയ പീസായിട്ട് മുറിച്ചെടുക്കുക. അത് ചെറിയൊരു തിക്ക എന്താ പറയുന്നത്, എരിവിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. കൂടെ നമ്മുടെ കാഷ്യൂ, ഇത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇവനെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കാദ്യം നമ്മുടെ സവോള ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം പറഞ്ഞ പോലെ അതിന് ഒരു പാത്രം വെക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് വഴറ്റിയിട്ടും ആക്കാവുന്നതാണ്, വേറൊരു ഡിഫറെൻറ്റ് കൈൻഡ് ആയിക്കോട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വെള്ളത്തിൽ. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, എന്നാൽ ഓയിലൊന്ന് സവോള പിടിക്കാൻ വേണ്ടി, ഒന്ന് സോഫ്റ്റ് ആവും, അതിന് വേണ്ടിയാണ്. പിന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സവോള, കാഷ്യൂനട്ട് ആൻഡ് പച്ചമുളക് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ തുറന്നു നോക്കാവേ, തിളച്ചിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിവനെ ഊറ്റിയെടുത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവനെ ഒന്ന് അരച്ച് എടുത്തുകൊണ്ട് വരാം. അത് അരയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ടിക്ക ആക്കിയെടുക്കാം. ചിക്കൻ ടിക്ക അത് മസാലക്കകത്തല്ലാതെ കഴിക്കാനും ടേസ്റ്റ് ആവും കേട്ടോ. ഇവിടെ മാരിനേറ്റഡ് ചിക്കൻ ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ, ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുക്കിംഗ് ഓയിൽ, കുറച്ച് സൺഫ്ലവർ ഓയിൽ, ചിക്കനിൽ ഗീയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീ, 1 സ്പൂണോളം ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ചിക്കനിൽ ആ ഒരു ഗീയുടെ ഫ്ലേവർ വരുള്ളൂ. നമുക്കേ ഈ പാനിലേക്ക് ഇതിങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ചിക്കനെ നമ്മൾ ഏകദേശം ഒരു 80-90% ഇതിനകത്ത് വെച്ച് തന്നെ വേവിക്കണം. ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. കാരണം ചിക്കനിൽ നിന്ന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഇറങ്ങാനില്ല. ഈ ബോണൊന്നും ഇല്ലാത്ത കാരണം ബോണിൻ്റെ ടേസ്റ്റോ ഒന്നും ഇറങ്ങാനില്ല. നമുക്ക് 2 ട്രിപ്പായിട്ട് ഇത് വെച്ചെടുക്കാം. ഒരു സൈഡൊന്ന് ഏകദേശം ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്രേവിയിലിട്ട് അധികം വേവിക്കില്ല, അതുകൊണ്ടാണ്. ചുമ്മാ 2 ക്യാപ്സിക്കം ഇട്ടിരിക്കട്ടെ.
അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ സൈഡും വേവിച്ചെടുക്കണം. സ്പഞ്ചിനെസ്സും കിട്ടണം, ജ്യൂസി ആയിരിക്കണം, എന്നാൽ വേഗവും ചെയ്യണം. അതുകൊണ്ടാണ് ചെറിയ തീയിലിട്ട് വേവിക്കാൻ പറയുന്നത്. ചിക്കനിൽ ഈ ബോൺ ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇറങ്ങി വരാനില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അടിക്ക് പിടിക്കരുത്, കരിഞ്ഞു പോകരുത്, വെന്ത് ഹാർഡായി പോകരുത്. ഉണ്ടല്ലേ? ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്, അതുകൊണ്ട് എളുപ്പം വേകും. അതും ഒരു കാരണമാണ് കേട്ടോ. നമുക്കിനെ മൊത്തം വേവിച്ചെടുത്തിട്ട് വരാം. ടിക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ടിക്ക റെഡിയാണ്. നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം വെക്കാം. ഒരു നോൺ സ്റ്റിക്ക് വെച്ചിരിക്കുന്നത്, കടായിയോ എന്തും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് വെച്ചിരിക്കുന്നത്. നോൺ സ്റ്റിക്കിലേക്ക് പഴയ പോലെ തന്നെ ഏകദേശം 1 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ, പിന്നെ വേണ്ടത് നെയ്യ്. ഏകദേശം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഏലക്ക, 2-3 പീസ് ഏലക്കായും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ മസാലയായിട്ട് അത് മതി കേട്ടോ, ഗരം മസാല അത്ര മതി. ചൂടായി. നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച സവോള, കാഷ്യൂനട്ട്, പച്ചമുളക് പേസ്റ്റ്, ഈ സവോള ചെറുതായിട്ട് അരിഞ്ഞ് വേവിക്കാതെ നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു എരിവ്, ചെറിയൊരു എരിവില്ല സവോളയ്ക്ക്, പച്ചമുളക്, അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അത് വഴറ്റി നമ്മുടെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. നമ്മുടെ സവോള ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ മൂപ്പിച്ച് കൊടുക്കണം. വരുന്നതുകൊണ്ടല്ല, ചിക്കൻ ഇട്ട് കഴിഞ്ഞ് നമ്മൾ അധികം വഴറ്റില്ല. അതുകൊണ്ടാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലാസ്, കുറച്ച് മതി, വളരെ കുറച്ച് നമ്മളിതിനകത്ത് മസാലയുള്ളൂ. വളരെ മൈൽഡ് സ്പൈസിയാണ്. അതുകൊണ്ട് കുറച്ച് മസാലാസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് യെല്ലോ പൗഡർ, അതായത് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കൊറിയാണ്ടർ, അത് ഏകദേശം 1 സ്പൂണോളം കാശ്മീരി. ഇത്ര മതി നമുക്കിതിനകത്തെ മസാലകൾ. അത് മസാലയുടെ പച്ച മണമൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് നോക്കണം. ഒരു 3 സ്പൂണോളം തൈര്. പുളി അധികം വേണ്ട കേട്ടോ. സവോള നല്ല തിക്കാണ്, അതിന് കൂടുതൽ കാഷ്യൂനട്ട് നല്ല തിക്കാണ്. ഇതെല്ലാം നമുക്കൊരു തിക്ക് ഗ്രേവി ആക്കിത്തരും. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടുതൽ തീ കുറച്ച് വെച്ചിട്ട് തൈര് ഒഴിക്കുക. തൈര് പൊട്ടിപ്പോകല്. ഇപ്പം ഇനി വേണ്ട ഏകദേശം എല്ലാ മസാലകളും ചെന്നു. ഇനി എരിവ് വേണ്ടവർക്ക് ഒരു പച്ചമുളക് കൂടെ ഇടാം കേട്ടോ. 1-2 പച്ചമുളക് ഒന്ന് കീറി ഇടുക, പിന്നെ എടുത്ത് മാറ്റിയാൽ മതി. അന്നേരം അതിൻ്റെ ഒരു എരിവ് അതിൻ്റെ നിൽക്കും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് തന്നെ മാനേജ് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് ബ്ലാക്ക് പേപ്പർ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക് പേപ്പർ നമ്മൾ പൊടിച്ച് ചതച്ചിട്ടാൽ മതി. 1 സ്പൂണോളം ബ്ലാക്ക് പേപ്പർ. ഇപ്പം ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച 2 തക്കാളി അവനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത തക്കാളി, 2 തക്കാളി അരച്ചെടുത്തതാണേ. കുറച്ചുകൂടെ തീ കൊടുത്തിട്ട് പിന്നെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ആ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി നല്ല വെന്ത് വരണം. നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണാം. 5 മിനിറ്റ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി, അത് നമ്മൾ ചിക്കന് കുറച്ച് ഉപ്പിട്ടതാണ്. അതുകൊണ്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക.
നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ഏകദേശം നമ്മുടെ ഗ്രേവി ഒരു 90% റെഡി ആയിരിക്കണം ചിക്കൻ ഇടുന്നതിന് മുമ്പ്. നമ്മൾ ചിക്കനിട്ട് അധികം വേവിക്കുന്നില്ല, അതുകൊണ്ട്. 3-4 മിനിറ്റായി. നമ്മുടെ ഗ്രേവി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി. കുറച്ചുകൂടെ നെയ്യുണ്ട്, ആഡ് ചെയ്ത് കൊടുത്തു. ഏകദേശം ഒരു 3-4 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇലയല്ല, മല്ലിയുടെ തണ്ട് അരിഞ്ഞ് ഇച്ചിരി ചേർത്ത് കൊടുക്കാവേ. നല്ല തണ്ട് അരിഞ്ഞിരിക്കുന്നത് ഇല കൊണ്ട് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാം. ഇതിൻ്റെ ചെറിയൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം, വേണമെങ്കിൽ മാത്രം. നിർബന്ധമൊന്നുമില്ല, പക്ഷെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എരിവൊക്കെ ഒന്ന് മാറി നിൽക്കും, അതിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡിയാണ്. നല്ല വഴറ്റി നല്ല വൃത്തിയായിട്ട് വന്നു. ഉണ്ടല്ലോ, എല്ലാം വെന്ത് വഴറ്റിയെടുത്താണ്. നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ടിക്കിക്കുള്ള ഗ്രേവി ആക്കാം. ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഗ്രേവി ചേർത്തു. നമുക്ക് പിന്നെ അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ച് വേവിച്ച് എടുക്കണം. ഉപ്പ് നോക്കിക്കോട്ടെ. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കനൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ചിക്കൻ്റെ ഒരു സ്മോക്കി ഫ്ലേവർ വേണമെങ്കിൽ നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിലൊന്ന് പിടിച്ച് ഒന്ന് സ്മോക്കിയൊക്കെ എടുക്കാം. പക്ഷെ അത് കമ്പിൽ കുത്തിയെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു നെറ്റ് വെച്ചിട്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ആ സ്മോക്കി ഫ്ലേവർ വേണമെങ്കിൽ മാത്രം. നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ടിക്ക മസാല ഏകദേശം റെഡിയാണ്. നമുക്കിനകത്ത് കുറച്ച് ചെറിയ സാധനങ്ങളുടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. വേറൊന്നുമല്ല, കസ്തൂരി മേത്തി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റിന്, അതിൻ്റെ സ്മെല്ലിനെയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യും. പിന്നെ അടുത്തത് ക്രീം, ഫ്രഷ് ക്രീം, ടോഫിയാണ്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൊറിയൻഡർ ലീഫ്. പിന്നെ ബട്ടറല്ല, നെയ്യ് കുറച്ച് എൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡിയാണ്, ടേസ്റ്റിയാണ്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം. ആഹാ, സൂപ്പർ. ഇത് കഴിച്ചു. ഇല്ലാണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡിയാണ്. ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തേക്ക് ഇത്രമാത്രം. അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ഇറ്റ്സ് മീ കോ സൈനിങ് ഓഫ്. ബൈ.